UGC നെറ്റ് ജൂൺ 2026 ആപ്ലിക്കേഷൻ്റെ ബേസിക് ആയിട്ടൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡൗട്ട്സ് വരുന്നത് നമ്മൾ OBC NCL സർട്ടിഫിക്കറ്റ്സിൻ്റെ ആപ്ലിക്കേഷനും അത് എങ്ങനെയാണ് എവിടെ നിന്നാണ് കിട്ടുന്നത്, അത് കിട്ടാൻ 2-3 ദിവസം എടുക്കുന്നുണ്ടല്ലോ, അതെങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ടത്, അത് കിട്ടിയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ, അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ എല്ലാവർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു ചെറിയൊരു വീഡിയോ ആണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ UGC നെറ്റ് ആപ്ലിക്കേഷന് വേണ്ടി ലോഗിൻ ചെയ്യുമ്പോൾ അവിടെ നമുക്കൊരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ അവൈലബിൾ ആണ്. അത് വിശദമായി വായിച്ച് നോക്കിയാൽ തന്നെ ഒരു 90% ഡൗട്ട്സും ക്ലിയർ ആവേണ്ടതാണ്. നമ്മളതൊന്നും ഇല്ലാണ്ട് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഫോമിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അത് എന്തെങ്കിലും ആവട്ടെ, ഈ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൽ അവർ ഫീസ് സ്ട്രക്ചർ, സബ്ജക്റ്റ്, എന്തൊക്കെയാണ് ആപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്തേണ്ടത്, ഏതൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, സകല ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ചാപ്റ്റർ വൈസ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറയും. അപ്പൻഡിക്സിൽ എന്തൊക്കെ അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കണം അത് മുഴുവൻ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്കിപ്പോൾ ഈ പറയുന്ന OBC നോൺ ക്രീമി ലെയറുമായി ബന്ധപ്പെട്ടിട്ട് വേണ്ടുന്ന ഇൻഫർമേഷൻ പറഞ്ഞിട്ടുള്ള 2 ഏരിയാസാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് അഥവാ OBCയുടെ നോൺ ക്രീമി ലെയർ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ട്. നോൺ ക്രീമി ലെയർ എന്ന് പറഞ്ഞാൽ ഒരു വരുമാന പരിധി നിശ്ചയിച്ചിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ. അതിന് താഴെയുള്ളവർ നോൺ ക്രീമി ലെയർ ആയിട്ടും മുകളിലുള്ളവർ ക്രീമി ലെയർ ആയിട്ടുമാണ് കണക്കാക്കുന്നത്. അതായത് സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന OBCയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരെയാണ് നോൺ ക്രീമി ലെയർ NCL വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഈ OBC റിസർവേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റാണ് OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഈ സർട്ടിഫിക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേറ്റ് പർപ്പസിന് ഉപയോഗിക്കുന്നതിന് സ്റ്റേറ്റ് പർപ്പസ് എന്ന് പറഞ്ഞിട്ടും സെൻട്രലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് സെൻട്രൽ പർപ്പസിനുള്ള NCL സർട്ടിഫിക്കറ്റും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കണം. അതായത് UGC നെറ്റ് ഒരു സെൻട്രൽ പർപ്പസിനുള്ള അല്ലെങ്കിൽ സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസ് പോലത്തെ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ OBC NCL സെൻട്രൽ പർപ്പസിനുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് തന്നെ ഉണ്ടാക്കണം. അതായത് സെറ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റ് കേരള സംസ്ഥാനത്തിലേക്കുള്ള മറ്റെന്തെങ്കിലും പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയ NCL സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് നെറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പുതിയ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക തന്നെ വേണം. ഇനിയിപ്പോൾ എന്തിനാണ് ഈ NCL സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ, NCL സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ OBC റിസർവേഷൻ അനുസരിച്ചിട്ടുള്ള കട്ട് ഓഫ് മാർക്ക് നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ ജനറൽ കാറ്റഗറീൻ്റെ കട്ട് ഓഫിൽ എക്സാം എഴുതി ജയിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു റിസർവേഷൻ ആവശ്യമില്ല എന്നുള്ളവർക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ റിസർവേഷൻ കിട്ടണമെന്നുള്ളവർ NCL സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത് വേണം. പിന്നെയുള്ളൊരു ഡൗട്ടാണ്, ഇത് ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അതല്ല സർട്ടിഫിക്കറ്റ് നമ്പർ തന്നെ വേണോ എന്നൊക്കെയുള്ളത്. നമ്മൾ സർട്ടിഫിക്കറ്റ് നമ്പർ വെച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു നമ്പർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പം ആപ്ലിക്കേഷൻ പ്രോസസ്സ് ആവും. പക്ഷേ അങ്ങനെ പ്രോസസ്സ് ആയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് നെറ്റ് കിട്ടിയതിന് ശേഷമോ അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ എക്സാം വരെ എന്ന് പറഞ്ഞാൽ നോൺ ക്രീമി ലെയർ ആണോ എന്ന് ചോദിക്കുന്നു എന്നല്ലാണ്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നമ്പർ ഒന്നും ചോദിച്ചിട്ടുണ്ടായില്ല. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല, സർട്ടിഫിക്കറ്റ് നമ്പർ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രോസസ്സായിട്ടോ അല്ലെങ്കിൽ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നതിന് മുൻപോ അല്ലെങ്കിൽ നെറ്റ് കിട്ടിക്കഴിഞ്ഞു അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് അലോട്ട് ചെയ്യുന്നതിന് മുൻപോ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ചിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ആപ്ലിക്കേഷനിൽ കൊടുത്ത നമ്പർ അത് ആപ്ലിക്കേഷൻ നമ്പർ ആയിരിക്കും. അതായത് നോൺ ക്രീമി ലെയറിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ ആയിരിക്കും. നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് നമ്പർ വേറെ ആയിരിക്കും. ഇത് രണ്ടും തമ്മിൽ മിസ്മാച്ച് വരും. അത് ആ ഒരു ക്ലാഷ് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയോ എന്തെങ്കിലും ചെയ്താൽ അത് നമ്മളുടെ റിസൾട്ടിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു ഡൗട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കും, ഈ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഡിലേ ആവുന്നില്ലേ എന്നൊക്കെ. ആക്ച്വലി 3 മുതൽ 4 ദിവസം വരെ ഉള്ള പ്രോസസ്സ് കൊണ്ട് നമുക്ക് നോൺ ക്രീമി ലെയർ കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് സെൻട്രൽ പർപ്പസിനുള്ള ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് സാധാരണ കിട്ടുന്ന നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് പോലെയല്ല. വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് ഫോർവേഡ് ചെയ്തിട്ട് തഹസിൽദാർ അപ്രൂവ് ചെയ്യുന്ന നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അക്ഷയ ത്രൂ നമ്മൾ അപ്ലൈ ചെയ്യണം. അതല്ല നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഈ ഡിസ്ട്രിക്റ്റ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാം. എങ്ങനെയായാലും ഈ ആപ്ലിക്കേഷൻ വില്ലേജ് ഓഫീസർ ചെക്ക് ചെയ്തിട്ട് അത് തഹസിൽദാർ സൈൻ ചെയ്യണം. അപ്പോൾ ഈ 2 ഓഫീസിലേക്കും ആപ്ലിക്കേഷൻ പോയിട്ട് അത് 2 സ്ഥലത്തുനിന്നും അപ്രൂവ് ആയിട്ട് ഒക്കെ വരേണ്ട പ്രോസസ്സിൻ്റെ ടൈമാണ് എടുക്കുന്നത്.
നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ കൊടുക്കുക, അത് അക്ഷയ ത്രൂ ആയാലും നമ്മളായാലും ചെയ്യുന്ന ആപ്ലിക്കേഷൻ കൊടുക്കുക. അത് കഴിഞ്ഞാൽ എൻക്വയറി എന്ന് പറഞ്ഞിട്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് നമ്മൾ നേരിട്ട് വിളിക്കുന്ന ഒരു പർപ്പസ് ഉണ്ട്. അപ്പോൾ അവർ ഇങ്ങോട്ട് വിളിക്കാൻ വെയിറ്റ് ചെയ്യാണ്ട് നമ്മൾ വില്ലേജ് ഓഫീസറെ പോയി നേരിട്ട് കണ്ടിട്ട് ഒരു എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ്റെ ആവശ്യത്തിനേക്കാണ് എന്ന് അവർക്ക് കാര്യകാരണ സഹിതം വ്യക്തമാക്കി കൊടുത്താൽ മിക്ക വില്ലേജ് ഓഫീസേഴ്സും ഈ ആപ്ലിക്കേഷൻ പെട്ടെന്ന് തന്നെ ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് തഹസിൽദാറിൻ്റെ ഓഫീസിൽ നിന്നുള്ള പ്രോസസ്സാണ്. അതും ഡിലേ ആവുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് നേരിട്ട് ചെന്ന് കണ്ടിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റ് അപ്രൂവ് ചെയ്യാനുള്ള പ്രോസസ്സ് സ്പീഡപ്പ് ആക്കാൻ പറയാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞാലുള്ള ഡൗട്ടുകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞിട്ട് വരാനുള്ളത് ആപ്ലിക്കേഷൻ കൊടുക്കാൻ, അതായത് നോൺ ക്രീമി ലെയർ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട കുറച്ച് സർട്ടിഫിക്കറ്റുകളാണ്. ഈ സർട്ടിഫിക്കറ്റുകൾ എന്ന് പറയുന്നത് സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ ചോദിക്കുന്നുണ്ട് നമ്മളുടെ പാരൻസിൻ്റെ, അത് നമ്മൾ സെയിം കമ്മ്യൂണിറ്റിയിലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൂടാതെ ഒരു അഫിഡവിറ്റ് സബ്മിറ്റ് ചെയ്യണം, അത് സൈൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെയുള്ളത് ഈ ഇൻകം ടാക്സ് റിട്ടേൺസ് അടക്കുന്നവരാണെങ്കിൽ അതൊക്കെയും സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതല്ല നികുതി ഷീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് അവർ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ വരുമാന പരിധിക്ക് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 8 ലക്ഷം രൂപയാണ് ഇപ്പോഴത്തെ സെൻട്രൽ ലിസ്റ്റിൻ്റെ വരുമാന പരിധി, അതിൽ താഴെയാണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരം സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അവർക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് അവൈലബിൾ ആവുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വ്യക്തമായ കാരണം ഈ പറയുന്ന വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ തഹസിൽദാരെയോ നമ്മൾ നേരിട്ട് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്കത് കൺവിൻസിങ് ആയിക്കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കും. അപ്പോൾ അക്ഷയയിൽ ആപ്ലിക്കേഷൻ പ്രോസസ്സ് പെൻഡിങ് ആണ് അല്ലെങ്കിൽ അപ്ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അങ്ങനെയൊക്കെ ഒരു മെസ്സേജ് വന്നാൽ മാത്രം നമ്മൾ അതിൻ്റെ പുറകെ നടന്നാൽ മതി. ഇല്ലെങ്കിൽ അത് പ്രോസസ്സായിട്ട് നമുക്ക് കിട്ടിക്കൊള്ളും. അതല്ല അങ്ങനെ നിലവിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും സർട്ടിഫിക്കറ്റ് ഹോൾഡിലാണ് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ആണെന്ന് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ആ ഓഫീസേഴ്സിനെ നേരിട്ട് പോയി കണ്ടിട്ടോ അല്ലെങ്കിൽ നാട്ടിലില്ലാത്തവരാണെങ്കിലും മറ്റാരെങ്കിലും ഏൽപ്പിച്ച് അവരോട് പോയി സംസാരിച്ച് നോക്കാനോ അങ്ങനെ എന്തെങ്കിലും ഓപ്പൺ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ അതിനെന്താ പരിഹാരം എന്നുള്ളത് അവർ തന്നെ പറഞ്ഞുതരും. അപ്പോൾ അതിൻ്റെതും കൂടി മിറ്റിഗേറ്റ് ചെയ്തിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ റീസബ്മിറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് NCL സർട്ടിഫിക്കറ്റ് പ്രോസസ്സായിട്ട് അപ്രൂവ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഇതൊക്കെയും ഒന്നും ലെവലാവുന്നില്ല, നോൺ ക്രീമി ലെയർ ഒരു തരത്തിലും കിട്ടാൻ സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ എന്നുള്ള നിലയിൽ, അതായത് നമുക്ക് OBC NCL സർട്ടിഫിക്കറ്റ് അവൈലബിൾ അല്ല എങ്കിൽ NTA അപ്ലിക്കേഷൻ UGC നെറ്റ് അപ്ലിക്കേഷൻ്റെ അടുത്ത് നമ്മളൊരു സെൽഫ് ഡിക്ലറേഷൻ ഫോം അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ NCL സർട്ടിഫിക്കറ്റ് നമ്മൾ പിന്നീട് അതായത് NTA അല്ലെങ്കിൽ UGC ആവശ്യപ്പെടുമ്പോൾ സബ്മിറ്റ് ചെയ്തോളാം എന്നുള്ളൊരു സെൽഫ് ഡിക്ലറേഷൻ ഫോം അപ്ലോഡ് ചെയ്യാം. അത് ഏറ്റവും നിവൃത്തിയില്ല, ഒരു തരത്തിലും നിവൃത്തിയില്ല എങ്കിൽ മാത്രമേ നിങ്ങൾ അപ്ലോഡ് ചെയ്യാവൂ എന്നാണ് സജഷൻ. റീസൺ എന്താണെന്ന് കൂടി പറയാം. ഇൻ കേസ് നമ്മളത് അപ്ലോഡ് ചെയ്തത് അവർ കൺസിഡർ ചെയ്യാൻ ബുദ്ധിമുട്ടുകയോ അല്ലെങ്കിൽ നമ്മൾ റിസൾട്ട് വന്നതിന് ശേഷമാണ് അത് അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരുന്നത് എങ്കിൽ നമ്മൾ ജനറൽ കാറ്റഗറിയിൽ ജയിച്ചിട്ട് പിന്നീട് OBC സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തിട്ട് പിന്നെ പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ നെറ്റ് ജയിച്ചതായിട്ട് പിന്നീട് ഡിക്ലെയർ ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രോസസ്സ് ഇഷ്യൂസോ മറ്റോ വന്നാൽ നമ്മൾക്ക് നോർമലി നെറ്റിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ നെറ്റ് ക്വാളിഫൈഡ് ആണ് എന്നുള്ളൊരു കൃത്യമായ റിസൾട്ട് കിട്ടുന്നതിന് വല്ല തടസ്സം ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവുക. അങ്ങനെ പ്രോസസ്സ് വൈസ് ഉള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമ്മൾ എക്സാം എഴുതുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരിക്കലും നമ്മൾ കിട്ടില്ല എന്ന് വെച്ചിട്ടൊന്നും നമ്മളൊരു പരീക്ഷ എഴുതാൻ പോകുന്നില്ല. അതല്ല എന്നാലും ഇപ്രാവശ്യം പ്രിപ്പയർ ചെയ്തിട്ടില്ല, വെറുതെ എഴുതുന്നതാണ്, ഒരു തരത്തിലും കിട്ടാൻ സാധ്യതയില്ല എന്ന് അത്രയും കോൺഫിഡൻസ് ഉള്ളവർക്ക് ഒരു അഫിഡവിറ്റ് എഴുതിയിട്ട് ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് എക്സാം എഴുതി നോക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേങ്കിൽ എക്സാം എഴുതിയിട്ട് റിസൾട്ട് വരും, കിട്ടും, അതിന് ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എങ്ങാനും എഴുതി കിട്ടിയാലോ അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിൽ പ്രതീക്ഷയുള്ളവർ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. അഫിഡവിറ്റിൻ്റെ പുറത്ത് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് പരമാവധി ഒഴിവാക്കുക. അഫിഡവിറ്റ് കൊടുത്തിട്ട് പരീക്ഷ എഴുതരുത് എന്നല്ല പറഞ്ഞത്. അങ്ങനെ ഒരു അഫിഡവിറ്റ് കൊടുത്തതിൻ്റെ പുറത്ത് പിന്നീടൊരു പ്രോസസ്സ് ഡിലേയോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ റിസൾട്ട് വരുന്ന നോർമലി നെറ്റിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ ജയിക്കുമായിരുന്നിട്ടും ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് റിസൾട്ട് പെൻഡിങ് ആവുക അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. അത്തരം ബുദ്ധിമുട്ടുകൾ പിന്നീടുള്ള ബുദ്ധിമുട്ടുകൾ എസ്പെഷ്യലി നമ്മളെ നെറ്റിൻ്റെ റിസൾട്ട് മാർക്ക് അതുപോലുള്ള കാര്യങ്ങളിലും മറ്റു ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോൾ ഒന്ന് മെനക്കെട്ടിട്ട് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യുക. ഇത് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല EWS പോലത്തെ മറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങൾ കൂടി അവിടെ ചോദിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഏത് അഡീഷണൽ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമായാലും അത് SC/ST കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ അത് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീൻ്റെ ഈ NCL പോലത്തെ സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളിപ്പം പുതുതായിട്ട്
അലോട്ട് ചെയ്തിരിക്കുന്ന EWS സർട്ടിഫിക്കറ്റ്, അങ്ങനെ എനി സർട്ടിഫിക്കറ്റ്, ഏത് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിലായാലും ഇങ്ങനെ ഒരു പ്രിക്കോഷണറി ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതൊക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ, ആപ്ലിക്കേഷൻ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പോലെ കംപ്ലീറ്റ് ചെയ്തിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് വാങ്ങുക. കൂടുതൽ ഇതിൻ്റെ പുറത്തൊന്നും ടെൻഷൻ അടിച്ചിട്ട് പ്രിപ്പറേഷൻ ഡൗൺ ആവാതെ, അല്ലെങ്കിൽ പ്രിപ്പറേഷൻ്റെ ടൈമും കൂടി ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ പുറകോട്ട് പോകാണ്ട് നമ്മളെ സ്റ്റഡീസ് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. നമ്മളെ പ്രിപ്പറേഷൻ്റെ മോഡൊക്കെ നല്ല രീതിയിൽ അപ്ഗ്രേഡ് ചെയ്യുക. നമ്മളെ തന്നെ അപ്ഗ്രേഡ് ചെയ്യേണ്ട എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. നെറ്റോ JRF എന്താണോ നമുക്ക് വേണ്ടുന്നത് അതൊക്കെ നേടിയെടുക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുക. ഓൾ ദ ബെസ്റ്റ്.